ഹായ് മക്കളെ, നീറ്റിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ്. കോടതിയിൽ ഇപ്പോഴും വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ പേരിൽ ഒരു അപ്ഡേറ്റ് ഇതാ ഫൈനൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടി. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ഈ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു തീരുമാനം വേണം. IIT ഡൽഹിയിൽ നിന്നൊരു 3 മെമ്പർ കമ്മിറ്റി ഇന്ന് തീരുമാനം പറഞ്ഞു. അതായത് പുതിയ NCERT പ്രകാരമുള്ളതാണ് ശരിയായ ഉത്തരം. ഒറ്റ കറക്റ്റ് ആൻസറേ ഉള്ളൂ. അപ്പോൾ പണ്ട് ഓൾഡ് NCERT വെച്ചിട്ട് നമ്മൾ ഗ്രേസ് മാർക്കായിട്ട് 4 മാർക്സ് NT കൊടുത്തിരുന്നു. ആ ഒരു ഡിസിഷൻ ഇതവിടെ പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓൾറെഡി നമ്മൾ ന്യൂ NCERT ഫോളോ ചെയ്യുന്ന കുട്ടികളുടെ ആ ഒരു റിസൾട്ട് മാത്രം, ആ ഒരു ഉത്തരം മാത്രമാണ് ശരി ഉത്തരം. മറ്റേ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എന്തുണ്ടാകും? മാറ്റങ്ങൾ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ ശരിയായ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ 720 കിട്ടിയവരിൽ ആ ക്വസ്റ്റ്യൻ ശരിയായവർ അതേ പൊസിഷനിൽ തന്നെ നിലനിൽക്കും. അതല്ലാത്തവർ 715 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ടോപ്പേഴ്സിൽ ഫുൾ മാർക്ക് കിട്ടിയതിൽ ഓൾമോസ്റ്റ് 44 കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നാണ് ഇന്നലെ കണക്കുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യന് പറഞ്ഞില്ലേ, നേരത്തെ ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് 5 മാർക്കിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. 5 മാർക്കിൻ്റെ ഡിഫറൻസ് അവരുടെ മാർക്കിലുണ്ടാകും. അപ്പോൾ അതൊരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. കോടതിയുടെ ഹിയറിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. റിനിറ്റ് ഉണ്ടോ ഇല്ലെന്നുള്ള ഫൈനൽ വിധികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും. അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ മക്കളെ, ഫിസിക്സ് ക്വസ്റ്റ്യൻ്റെ അപ്ഡേറ്റ് ഇതാണ് വന്നിരിക്കുന്നത്. ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻ്റ് ആർ സ്റ്റേബിൾ എന്നുള്ളത് പുതിയ NCERT മോസ്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്, സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആൻസറായിട്ട് വരാൻ പോകുന്നത്. അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ബാക്കി അപ്ഡേറ്റുകൾ നമ്മുടെ എഡ്യൂപോർട്ട് നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നമ്മുടെ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം.